ഭാരതം മറ്റൊരു അഭിമാനകരമായ നിമിഷത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉപഗ്രഹവുമായി ISROയുടെ ബാഹുബലി കുതിച്ചുയർന്നു. പരിപൂർണ വിജയത്തിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ അഭിമാനകരമായ ഒരു നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യ മറ്റൊരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കഠിനാധ്വാനികളായ നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ വിക്ഷേപിച്ച ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് USA ബഹിരാകാശ പേടകമായ ബ്ലൂ ബോട്ട് ബ്ലോക്ക് 2 എന്നത്. ഇത് ഇന്ത്യയുടെ ഹെവി ലിഫ്റ്റ് വിക്ഷേപണ ശേഷി അവിടെ ശക്തിപ്പെടുത്തുകയും ആഗോള വാണിജ്യ വിക്ഷേപണ വിപണിയിൽ നമ്മുടെ വളരുന്ന പങ്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള നമ്മുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളുടെ പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ ബഹിരാകാശ പദ്ധതി കൂടുതൽ അവിടെ പുരോഗമിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നവയാണ്. LV-M3 വിശ്വസനീയമായ ഹെവി ലിഫ്റ്റ് പ്രകടനം അവിടെ പ്രകടിപ്പിക്കുന്നതോടുകൂടി തന്നെ ഗഗൻയാൻ പോലുള്ള ഭാവി ദൗത്യങ്ങൾക്കുള്ള അടിത്തറ ശക്തിപ്പെടുത്തുകയും വാണിജ്യ വിക്ഷേപണ സേവനങ്ങൾ അത് വികസിപ്പിക്കുകയും ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് മറ്റൊരു വസ്തുത. സ്വാശ്രയത്വത്തിലേക്കുള്ള ഉത്തേജനം വരും തലമുറയ്ക്ക് അത്ഭുതകരമാകുമെന്നാണ് പ്രധാനമന്ത്രി ഇതിലൂടെ തന്നെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 6100 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. നേരിട്ട് മൊബൈൽ ഫോണുകളിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. 2 മാസത്തിനിടയിലുള്ള LV-M3യുടെ രണ്ടാം വിക്ഷേപണമാണിത്. ഇന്ത്യയും ചെറിയ ഇടവേളയിൽ LV-M3 ദൗത്യങ്ങൾ നടത്തുന്നത് ഇതാദ്യമായാണ്. 43.5 മീറ്റർ ഉയരമുള്ള LV-M3 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻസ് ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാമത്തെ വിക്ഷേപണം തറയിൽ നിന്നുകൊണ്ടാണ് ഇത് പറന്നുയർന്നിരിക്കുന്നത്. 24 മണിക്കൂർ നീണ്ട കൗണ്ടിങ്ങിന് ശേഷമായിരുന്നു ഇത് നടന്നതും. 2 S-200 സോളിഡ് ബ്ലൂ സ്റ്റാർ, അതുപോലെ തന്നെ ഒരു ലിക്വിഡ് കോർ സ്റ്റേജ്, മറ്റ് ഊർജങ്ങൾ ഇതിനെല്ലാം നൽകി എന്നതാണ് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ വിക്ഷേപണം കഴിഞ്ഞുകൊണ്ട് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ ബ്ലൂ ബോട്ട് ബ്ലോക്ക് 2 എന്ന വിജയകരമായി തന്നെ വേർപെട്ടുകൊണ്ട് ഏകദേശം 520 കിലോമീറ്റർ ഉയരത്തിൽ തന്നെ അത് ഭ്രമണപഥത്തിൽ എത്തുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ISRO ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള AST സ്പേസ് മൊബൈലും ചേർന്നുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒപ്പുവെച്ച വാണിജ്യ കരാറിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം എന്നതാണ് അറിയാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.